അതുപോലെ നമ്മളുടെ സ്വന്തം തല, മൈ ഫേവറേറ്റ് വയറിന്റെ ഭാഗം. നല്ല നെയ്യാട്ടോ. അയ്യോ, രുചിയിലും ഗുണത്തിലും ഇവനാണ് മുമ്പില്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടെന്ന് പറഞ്ഞാ നമ്മുടെ ചിറ്റൂർ റോഡില് ഇവിടെ നമുക്ക് മരച്ചോട്ടിലിരുന്ന് ഒരു ചായ കുടിക്കുകയും ചെയ്യാം. ഒരു കടി, ആരുടെ കടി? എൻ്റെ കടിയല്ല കേട്ടോ, നല്ല നാടൻ വിഭവങ്ങളുടെ കടി. മെയിനായിട്ട് സീ ഫുഡ് ഐറ്റംസ് മാത്രം വെച്ചിട്ടുള്ള ഊണാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. 12 മണി തൊട്ട്, ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അപ്പം നമ്മൾ അറിയാലോ നമ്മുടെ ഒരു ലൈൻ എങ്ങനെയാണെന്ന്. നേരെ വന്ന് കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഫസ്റ്റ് ഇവിടെ കിച്ചണിൽ കയറും, അവരെ കൂടെ ഒന്ന് കുക്ക് ചെയ്യും, അവിടെ കിച്ചണൊക്കെ ഒന്ന് കാണും. അപ്പോൾ അതേ ഷെഫ് അവിടെ റെഡിയാണ്. നല്ല ഒന്നാം തരം ഒരു നാടൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നോക്കുമല്ലേ? അപ്പൊ നമ്മളെ ആദ്യം ഉണ്ടാക്കുന്നത് ആവോലി തേങ്ങാപ്പോലിയിൽ പൊള്ളിച്ചതാണ് കേട്ടോ. ഉരുളി വെച്ച ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളക് പൊട്ടിച്ച ശേഷം 10 ചെറിയുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ പീസ്, നീളത്തിൽ അരിഞ്ഞ ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വാടിയ ശേഷം കറിവേപ്പിലയും അല്പം ഉപ്പും ഇട്ട് സെറ്റാക്കണം. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, പിരിയമുളക് പൊടി 1.5 ടീസ്പൂണ്, കുടംപുളി തിളപ്പിച്ച വെള്ളം 1 കപ്പോളം ചേർത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കണം. അതായത് എത്ര വലിയ മീനാണോ ആ മീൻ മുങ്ങാൻ മാത്രമുള്ള വെള്ളം, അതാണ് എൻ്റെ ഒരു കണക്ക്. ആവോലിയാണ്. 800-900 ഗ്രാം റേഞ്ച് വരുന്നു ഒരെണ്ണം വലുതാക്കുന്നതാണ്. ഇത് നമ്മൾ ചിലപ്പോൾ കഴുകി ഉപ്പും മഞ്ഞപ്പൊടി ഇഞ്ചിയും ചെറുതായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒന്ന് ചെയ്ത് വെക്കുന്നത്, സെറ്റാക്കി വെച്ചേക്കുന്നത്, മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നാലേ ഉള്ളൂ ആ ഉള്ളിൽ മസാല ഉള്ളിൽ നിൽക്കുന്നത്. അതിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഉപ്പ്, മഞ്ഞള്, ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് അല്പം, പിന്നെ നാരങ്ങ ഇച്ചിരി വിനാഗിരി ഒഴിക്കും, പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ജസ്റ്റ് തിരുമ്പി വെച്ചു. അതിന് ഓവറായിട്ടില്ല, ലൈറ്റായിട്ട് ഒന്ന് ഉള്ളിലേക്ക് നിൽക്കുന്നത് ഇടുവാണ്. ഇനി ചെറിയ തീയിൽ മീനങ്ങ് വേവിച്ചെടുക്കണം. വെന്ത ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച് ഇറക്കണം. കിടിലൻ ആവോലി തേങ്ങാപ്പാലിൽ വറ്റിച്ച് റെഡിയാണ്. ചാള ഫ്രൈ, അയല ഫ്രൈ, നങ്ക് ഫ്രൈ, നത്തോലി ഫ്രൈ, കിളിമീൻ പീര, ചെമ്മീൻ പീര, കിളിമീൻ ഫ്രൈ, കൂന്തൽ കാന്താരി. ആഹാ, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യണേ. അങ്ങനെ 2 പേജ് നിറച്ച സാധനങ്ങള്. ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഇവർ കൂടുതൽ കാന്താരി ഉപയോഗിച്ചിട്ടുണ്ട്. പൊളിച്ച്. പിന്നെ ഇവിടെ മീൻ കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത്ര നേരം നിന്ന് കുക്ക് ചെയ്തു, എനിക്ക് വിശക്കാൻ തുടങ്ങി. നേരെ ടേബിളിലേക്ക് എത്തി. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ചോറ് വരുന്നതിന് മുമ്പ് അവര് കൊണ്ടു തന്നത് നമ്മളിപ്പോ ഞാനും നമ്മുടെ ഷെഫും കൂടെ ഉണ്ടാക്കിയത്. ഞാൻ വെറുതെ നോക്കി എന്നാലും ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുന്നു. കൂടെ ഉണ്ടാക്കിയ നമ്മുടെ ആവോലി തേങ്ങാപ്പാലിൽ പൊള്ളിച്ചതാണ്. എൻ്റെ അമ്മയെ കടവുളെ തങ്ക മുടിയത്. എനിക്കൊന്നും പറയാനില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തിന്നട്ടെ. എന്നാ രുചിയാ. അനാവശ്യമായിട്ട് ഒരു സാധനം ഇത് ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടല്ലേ, കണ്ണ് തിന്നാതെ നിങ്ങളൊരു പരിപാടിയില്ല, മീൻ തല തിന്നാതെ ഉള്ളൊരു പരിപാടിയില്ല. അളിച്ചു വിളിച്ചിങ് എടുത്ത് ചോറ്, ചപ്പാത്തി, ഇടിയപ്പം, നൂൽപുട്ട്, ഇനി വെറുതെ ആണെങ്കിലും അടിപൊളി. അല്ല, എനിക്കിപ്പോ ചോറുണ്ടല്ലേ, ഇത് നിന്നോണ്ടിരുന്ന മതി. ഏകദേശം 1 കിലോ ഉള്ള മീനാണ് ഇരുന്ന് മാന്തുന്നത്. നല്ല മട്ടേരി ചോറ് അല്ലേ? ഇനി ഇത് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വീഴ്ത്തിക്കോളൂ. താങ്ക് യു. ഐറ്റംസ് ഒക്കെ എത്തി. ഞാൻ ഓരോന്ന് പറയാം. ചെമ്മീൻ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, കാന്താരി ചമ്മന്തിയും കപ്പയും. അത് കണ്ടപ്പോ പിന്നെ കൊതി സഹിക്കാൻ വരാം. മാങ്ങാച്ചാറ്, പൈനാപ്പിൾ പച്ചടി, വെണ്ടയ്ക്ക തീയല്, ചെറുപയറും വാഴക്കൂമ്പും, ചെമ്മീന് നല്ല റെഡ് മസാലയില്, കിളിമീന്റെ പീര, ചെമ്മീന്റെ പീര. ഇത് തന്നെയായിരുന്നു സാധനം. കതിരാൻ. നമ്മൾ ആകെ കുതിരാനെന്നേ കേട്ടിട്ടു. നമ്മളടുത്തുള്ള ഒരു എന്താ പറയാ തൊരങ്കം. അപ്പൊ അതിന് കുറച്ചൊന്ന് മാറ്റി പിടിച്ച് കതിരാൻ എന്നുള്ളൊരു മീൻ കേട്ടിട്ടില്ല. നമ്മുടെ കാളാഞ്ചിയുടെ വലിയ 2 തവാ ഫ്രൈ ആണ് കേട്ടോ. ഇത് നമ്മുടെ വിളമീൻ തേങ്ങാപ്പാൽ ഒഴിച്ച സാധനമാണ്. അപ്പൊ സാധാരണ നമ്മൾ ഉണക്കച്ചെമ്മീനും മാങ്ങയും വെക്കാറുണ്ട്, ഉണക്കച്ചെമ്മീനും ചക്കക്കുരിയും വെക്കാറുണ്ട്, ഉണക്കച്ചെമ്മീനും ചക്കക്കുരും മാങ്ങയും വെക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല. ഉണക്കച്ചെമ്മീനും സകലമാന പച്ചക്കറികളും, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക, മാങ്ങ, തക്കാളി എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അതിട്ടിട്ട് നമുക്കൊരു പിടപിടയ്ക്കാം. ഇതിങ്ങനെ ചെറിയ ഉരുള എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മുടെ തോരൻ ആദ്യം ഒന്ന് തിന്ന് നോക്കട്ടെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ തോരൻ, പക്ക നാടൻ രുചി കേട്ടോ. അതിൽ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, നമ്മുടെ വീട്ടിലെ സ്വന്തം ഐറ്റം. ഒരു ഐറ്റവും വേണ്ട കേട്ടോ. തീയല്, വെണ്ടയ്ക്കയുടെ തീയല് നല്ല കുറുകിയ ഇരിക്കുന്നത്. വെളിച്ചെണ്ണ നോക്ക്, പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. കണ്ടാ? കാര്യം ചെയ്യാം. കുറച്ച് ചോറ് എടുത്തിട്ട് പൈനാപ്പിൾ പച്ചടി ഒന്ന് എടുത്ത് കുഴച്ച് അതിൻ്റെ അകത്ത് മാങ്ങ ആദ്യം തിന്നോട്ടെ. അല്ല, കൈപ്പുണ്യുള്ള കൈകൊണ്ട് ഉണ്ടാക്കിയ അച്ചാറ്. ഇത് 2 പുളിയായി. അപ്പോൾ ഒരു അല്പം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചെമ്മീൻ ചമ്മന്തി അത് തന്നെ തിന്നോട്ടെ.
അന്നമ്മയുടെ ചെമ്മീൻ ചമ്മന്തിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ടോ നോക്കാം കേട്ടോ. രുചി സെയിം ആണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചെമ്മീനേക്കാളും ഫ്രഷ് ആണ്. നമ്മുടെ ഉരുള നമുക്കായി റെഡിയായി. മീൻ്റെ ഒരു തലയെ ഒരു കഷ്ണവും 2 വായ തിന്നിട്ടേ ഉള്ളൂ. എന്റെ വയറ് നിറഞ്ഞു. ചോർന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ കപ്പ, കാന്താരി, പപ്പടം. ഞാനുണ്ട് ഈ കോമ്പിനേഷനെ എത്ര പേര് കഴിക്കാറുണ്ടെന്നൊന്ന് പറഞ്ഞോ കേട്ടോ. കാന്താരി ചമ്മന്തി കുറച്ചും കൂടെ ചേട്ടാ, കാന്താരി ചമ്മന്തി കുറച്ചും കൂടി തരുമോ? കപ്പയും കാന്താരി ചമ്മന്തി കൂടെ അങ്ങോട്ട് കുഴച്ച് മുറിച്ച് ഇതൊക്കെ കാണിച്ച് ആർക്കാ കൊതികളാത്തത്. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നവർ ഒന്ന് പറയണം കേട്ടോ. ഇതിലെ താരം സംശയമില്ല കാന്താരി ചമ്മന്തി തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ മീൻചാറ്, വെറും മീൻചാറ് നിങ്ങൾ പറയുന്നു, പറ്റീരാണോ നോക്കട്ടെ കേട്ടോ. മീൻചാറെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വെള്ളം കലക്കി തരാണെന്ന് അറിയുന്നുണ്ടോ? അത് ഇപ്പൊ ഇടിച്ചിട്ടേ പോകുന്നു അല്ല കേട്ടോ. ഏതോ വലിയ കഷ്ണം മീൻ വേവിച്ച ചാറ് തന്നെയാണ്. ഞാനാണോ നീയാണോ കേമെന്ന് പറയുന്ന പോലെയാണ് ചെമ്മീൻ്റെ ഫ്രഷ് ചെമ്മീൻ്റെ രുചിയും മസാലയുടെ ഒരു ഹൈലൈറ്റ്സ്. സാധാരണ കഴിക്കുന്ന നമ്മൾ മത്തി കൊഴുവ പീരയാണ്. ഇവിടെ ഇത് കിളിമീൻ്റെ പീരയാണ്. ഒട്ടും ഉള്ളില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് വരെ കൊടുക്കാം സേഫ് ആയിട്ട്. അന്നമ്മ എറണാകുളത്ത് വന്ന തൊണ്ടയിൽ മീൻ കുഴുങ്ങി ചത്തുന്ന് നാളെ ന്യൂസ് വരണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ മത്തിപ്പീരയുടെ അത്ര വരില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാണ് കേട്ടോ. മത്തിപ്പീരയുടെ അത്ര വരില്ല, കാരണം മത്തി കൊണ്ടുള്ള രുചി അതുപോലെ കൊഴുവപ്പീരയുടെ അത്രയും വരില്ല. പക്ഷെ എനിക്കതിന് കുട്ടികൾക്കും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം മുള്ളില്ലല്ലോ കേട്ടോ, മുള്ളില്ല. നമ്മൾ കാന്താരി കുറച്ച് ചതച്ചിട്ട് കുറച്ചും കൂടെ കറിവേപ്പില ചതച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കിയാൽ ഒന്നും കൂടെ സെറ്റായിട്ടും കുഴപ്പമുണ്ടെന്നല്ല, നമ്മുടെ ഒരു ടേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. നമുക്കൊരു കുഞ്ഞ് പൊട്ടിൻ്റെ അത്രയുള്ള കുഞ്ഞൻ ചെമ്മീൻ ഏറ്റവും ടേസ്റ്റ് എന്ന് പൊതുവെ അറിയപ്പെടുന്നതും എറണാകുളംകാരുടെ സ്പെഷ്യലുമാണ് ഈ കുഞ്ഞൻ ചെമ്മീൻ. അത് നല്ല ചുമന്നുള്ളിയും കൂട്ടി പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിൽ എനിക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് എൻ്റെ മണം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇതിൽ മസാല അല്ലാട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്സ്, ഈ ചെമ്മീൻ്റെ ഫ്രഷ്നെസ്സും ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുതിരാൻ ഫ്രൈ, എക്സ്ക്യൂസ് മീ കതിരാൻ ഫ്രൈ. അതുപോലെ നമ്മളുടെ സ്വന്തം തല മൊത്തമായി കഴിച്ച പണി കിട്ടിയനെ ഭയങ്കര ഉറപ്പുള്ള തലയാ. നമ്മുടെ വരാലില്ലേ, വരാല് അത് മാറി നിൽക്കുന്ന രുചിയാണ്. മീനിന്റെ ആണോ ഇവിടെ മസാലയുടെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായി കഴിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ഐറ്റമാണ് കതിരാൻ. തല കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും പറയണ്ടേ, എനിക്കിഷ്ടം അതിന്റെ വയറാണ്. ഫസ്റ്റ് ക്ലാസ് ഫ്രൈ ആണ് കേട്ടോ. കൊളസ്ട്രോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേന് എന്താവും ദൈവത്തിന് മാത്രം അറിയാവുന്നത്. ഇതാണ് കാളാഞ്ചി തവ ഫ്രൈ. ഈ കാളാഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ളതും ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ളൊരു മീനാണ് കേട്ടോ. എന്താ ഇട്ടേണത്? തവ ഫ്രൈയിൽ തേങ്ങാക്കൂത്ത് ഗ്രേവി ഒന്നും കൂടെ എടുക്കട്ടെ കേട്ടോ, എന്നാലേ സമാധാനമുള്ളൂ. വാവ്. പക്ഷേ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് കോക്കനട്ട് ഇത്ര ഇഷ്ടമായില്ല. തേങ്ങാക്കൂത്തിന്റെ ഒരു ആവശ്യമില്ല. എന്നാലും ഒന്നാന്തരം മീൻ കിടിലം മസാല അസൽ കോമ്പിനേഷൻ. അതിനകത്ത് തേങ്ങാക്കൂത്ത് ഇട്ടപ്പോൾ അതൊരു ആവശ്യമില്ല. എന്താ അതിന്റെ ആവശ്യം? കാരണം ഈ മീൻ മസാലയിൽ അതിൻ്റെ അകത്ത് എല്ലാം അതിന്റെ റിച്ച്നെസ്സും വന്നു. മൈ ഫേവറേറ്റ് വയറിന്റെ ഭാഗം നല്ല നെയ്യാട്ടോ. അയ്യോ, കതിരാൻ ഫ്രൈ അമേസിംഗ് ആണ്. പക്ഷെ തവ ഫ്രൈ ആണ്. അതിപ്പോ ഏത് മീനിന്റെയും നിങ്ങൾ ഇവിടെ വന്നിട്ട് തവ ഫ്രൈ സജസ്റ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ വില വ്യത്യാസം ഉണ്ടെങ്കിലും രുചിയിലും ഗുണത്തിലും ഇവനാണ് മുമ്പില്. മറക്കണ്ടാട്ടോ ചേട്ടാ. ഞാൻ കൊതിച്ച് തിന്ന് വലിക്കാനുള്ള ചേട്ടൻ്റെ ഉദ്ദേശം നടപടിയില്ല. എന്താണെങ്കിലും കൊണ്ടുവന്നല്ലേ, പുള്ളിക്ക് വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ലേ. പായസം കുടിക്കണ പോലെ ആയില്ലേ. പുള്ളിക്ക് തേങ്ങ എവിടുന്നോ വെറുതെ കിട്ടുന്നുണ്ട് കേട്ടോ, സംശയമില്ല. നമ്മളൊക്കെ 2ാം പാലിലല്ലേ കുക്ക് ചെയ്തത്. ഞാനിപ്പോ ഇത്ര നേരം അടുക്കളയിലായിരുന്നു. ഇവരെല്ലാം 1ാം പാലിലാണ്. നമുക്ക് ഈ ചെറിയ വലിയ ഹോട്ടലിന്റെ രുചി രഹസ്യത്തിന്റെ കാര്യം എനിക്ക് 3 ഉണ്ട് പ്രത്യക്ഷത്തില്. ഒന്ന്, ഇവർക്ക് ഏറ്റവും ഫ്രഷ് മീൻ അന്നന്ന് കിട്ടുന്നുണ്ട്, ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കേണ്ട കാര്യമില്ല. 2, ഇവർ പരമാവധി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സാധനം അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. 3ാമത് നമ്മുടെ ഷെഫ് ഏട്ടന്റെ കൈപ്പുണ്യം, ഒരു രക്ഷയില്ല. ഇത് 3ആണ് ഇവരുടെ ഹൈലൈറ്റ്സ്. പിന്നെ ഇത്രയും മീൻ വിഭവങ്ങളുമായിട്ടൊരു ഊണ് നമ്മുടെ ഈ സ്വന്തം എറണാകുളത്ത് ഉണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാട്ടോ. എല്ലാവരും കാണുമ്പോഴേ പായസമോ നമ്മുടെ മോരൊക്കെ കുടിക്കാന്ന് വിചാരിക്കും. ഒന്നും അല്ല കേട്ടോ. അത് ഒന്നാന്തരം കരിമീൻ മപ്പാസിന്റെ ചാറാണ് കുടിക്കണത്. ഒരു രക്ഷയില്ല. അയ്യോ, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ലേ, വയറ് നിറഞ്ഞിട്ട് എണീക്കാനും വയ്യേ. വേണ്ടാന്ന് വിചാരിക്കുമ്പോഴത്തേനും ഒരു പിന്നെയും കൊണ്ടുവന്ന് ആസ് യൂഷ്വൽ വയറിന്റെ ഭാഗം എടുത്തു. നെയ്മീനാണ് കേട്ടോ മസാല. കിങ് ഫിഷ് എന്ന് പേര് വരുന്നതിന്റെ കാരണം ഇത്രയൊക്കെയാണ്. ശരിക്കും രാജാവ്. ചൂടിന് മോളിൽ കൂടെ രുചി ഓടുക എന്ന് പറയാൻ പറ്റില്ല, രുചി പറക്കുകയാണ്. എറണാകുളംകാർക്ക് ശരിക്കും ഭാഗ്യമുണ്ട് കേട്ടോ, രക്ഷയില്ല. നമുക്ക് പാലക്കാട് കിട്ടാത്ത വലിയ അടയാണ് കേട്ടോ. ഇവര് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ സാധനം ഇറക്കുന്നത് കേട്ടോ. മോളിലിങ്ങനെ തേങ്ങാപ്പാൽ ഇങ്ങനെ കുറുകിയിട്ട് നെയ്യ് പോലെ ആയിട്ട് നിൽക്കുന്നുണ്ടോ. ഒന്ന് അല്ലാതെ കഴിച്ചോക്കട്ടെ. സത്യത്തിൽ തന്നെ കഴിച്ചാൽ മതി.
കൊതിയേക്കാൾ വലുതായിട്ട് ഒന്നുമില്ലല്ലോ അല്ലെ. പായസം ഇങ്ങനെ ഒഴിച്ച് ഒരു പഴം ഇട്ടതാ ഒന്ന് ഉടച്ച് പപ്പടം ഇട്ടൊന്ന് പൊടിച്ച് എല്ലാം കൂടെ കുഴച്ച് ഇതാ ഇങ്ങനെ എടുത്ത് എന്തടിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ പായസത്തിന്റെ റെസിപ്പി അടിച്ചു മാറ്റും കേട്ടോ. എല്ലാം പാകമാണേ. എല്ലാത്തിനെയും കടത്തി വെട്ടാൻ പാകത്തിന് 100% സംതൃപ്തമായി ഊണ് കഴിച്ച് ഇറങ്ങിയ ഇവിടെ മറ്റൊരു പ്രത്യേകത സ്ഥിരം മെനു അല്ല എന്നുള്ളതാണ്. തോരൻ മെഴുക്കുപുരട്ടികളിൽ വരെ ഇവർ പച്ചച്ചെമ്മീൻ ചേർത്തിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. തനി നാടൻ ചേരുവകളും തനി നാടൻ പാചകവും കൈപ്പുണ്യവും. എറണാകുളം പോകുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊന്ന് പോയി കഴിക്കാൻ പറ്റിയ ഒരിടമാണ്.